Step 1, wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think real hard about what you wanna be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 Wake up. നമസ്കാരം, ലൈഫ് സൈക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള വാഹനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. നമ്മുടെ ഈ അടുത്ത് ഗോവയിൽ നടന്ന മോട്ടോവേഴ്സ് 2024 നമ്മുടെ റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്ത ഗോവൻ ക്ലാസിക് 350 എന്ന വാഹനമാണ് നമ്മുടെ കൂടെ ഉള്ളത്. 1970കളിൽ നമ്മുടെ ഗോവയിലുള്ള കുറച്ച് റൈഡേഴ്സ് റോയൽ എൻഫീൽഡ് വാഹനങ്ങളെ ഇതേ രൂപത്തിലാക്കി വയ്ക്കുന്ന ഒരു സ്റ്റൈലും ഒരു ട്രെൻഡുമായിരുന്നു. അപ്പോൾ ആ ട്രെൻഡ് പിടിച്ചിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡ് അതുപോലൊരു വാഹനത്തെ കമ്പനി ആയിട്ട് ഇറക്കിയതാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350. നമ്മുടെ ഗോവൻ ക്ലാസിക് 350 എന്നത് നമ്മുടെ ക്ലാസിക് 350 അടിസ്ഥാനമാക്കി വന്നൊരു വാഹനം തന്നെയാണ്. പക്ഷേ ക്ലാസിക് 350യിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയ്പ് സ്റ്റൈൽ ഹാൻഡിലാണ്. നമ്മുടെ പഴയ അവഞ്ചർ, യമഹ NDSR തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ ഈ എയ്പ് സ്റ്റൈൽ ഹാൻഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ റോയൽ എൻഫീൽഡിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ബോബർ സ്റ്റൈൽ വാഹനം പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഗോവൻ ക്ലാസിക് 350യുടെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഗോവൻ ക്ലാസിക് 350യുടെ മുൻവശത്തേക്ക് തന്നെ ആദ്യം പോകാം. നമ്മുടെ ക്ലാസിക് 350യിൽ കൊടുത്തിരുന്ന അതേ LED ഹെഡ്ലൈറ്റ് തന്നെയാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിൽ കൊടുത്തിരുന്നത്. ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ഇതിൻ്റെ നടുവിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ടൈഗർ ഐ ആയിട്ട് കൊടുത്തിരുന്നത് നമ്മുടെ DRL ആയിട്ട് ഗോവൻ ക്ലാസിക് 350യിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിൽ എല്ലാ ലൈറ്റ്സും തന്നെ LED ആണ്. അതായത് ഓൾ LED സെറ്റപ്പിലാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350നെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക് 350യിൽ ഉണ്ടായിരുന്ന ആ 41 mm ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ്. അതിൽ ക്ലാസിക്കിൽ ഉണ്ടായിരുന്ന ആ കവറിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കിൽ ഉണ്ടായിരുന്ന അതേ ഫെൻഡേഴ്സ് തന്നെയാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗോവൻ ക്ലാസിക് 350യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എഡ്ജ് ലേസറായിട്ടുള്ള അലോയ് സ്പോക്ക് വീൽസ് ആണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ വൈറ്റ് വാൾ ഡിസൈനുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗോവൻ ക്ലാസിക് 350യുടെ ബ്രേക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ 300 mm ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡ്യുവൽ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ 270 mm ഡിസ്ക് ബ്രേക്കും സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗോവൻ ക്ലാസിക് 350യിൽ ഡ്യുവൽ ചാനൽ ABSന്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഗോവൻ ക്ലാസിക് 350യുടെ വശക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ സൈഡ് കവറിലായിട്ട് ഗോവൻ ക്ലാസിക് 350 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ ടാങ്കിൻ്റെ വശങ്ങളായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു പുതിയൊരു ലോഗോ കാണാം. പിന്നെ നമ്മൾ വശക്കാഴ്ചയിൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക് 350യിൽ ഉണ്ടായിരുന്ന ആ എൻജിൻ തന്നെയാണ്, ആ സെയിം എൻജിൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിലെ എക്സോസ്റ്റ് പൈപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പുതിയ എക്സോസ്റ്റ് പൈപ്പാണ് നമുക്ക് ഗോവൻ ക്ലാസിക് 350യിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ എൻഡ് സ്ലാഷ് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ഈ കളറിൽ, അതായത് ഈ കളർ തീമിൽ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിൽ എക്സോസ്റ്റ് പൈപ്പ് വന്നിരിക്കുന്നത്. ഗോവൻ ക്ലാസിക് 350യുടെ മറ്റൊരു കളർ വേരിയൻറ്റിൽ ക്രോമിയം ഫിനിഷുള്ള എക്സോസ്റ്റ് പൈപ്പുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ എക്സോസ്റ്റ് പൈപ്പിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഗോവൻ ക്ലാസിക് 350യുടെ എക്സോസ്റ്റ് നോട്ട് ക്ലാസിക് 350യുടെ എക്സോസ്റ്റ് നോട്ടിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരുന്നു അറിയണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ലോഡായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്കൂരി എക്സോസിൻ്റെ അടുത്ത് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ എക്സോസ്റ്റ് നോട്ട്? നമ്മൾ എക്സോസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൗണ്ട് കേട്ടോ, ഒരു ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട്. ആ സൗണ്ടാണ് നമ്മുടെ ക്ലാസിക് 350യിൽ നിന്നും ഗോവൻ ക്ലാസിക് 350യിലേക്ക് വരുമ്പോഴുള്ളൊരു വ്യത്യാസം. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടേത്. നമ്മുടെ ക്ലാസിക് 350യിൽ നിന്നും നല്ല രീതിയിൽ വ്യത്യാസമുള്ള സൗണ്ട് തന്നെയാണ്. ഇനി നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ എഞ്ചിനിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലാസിക് 350യിലും മെറ്റിയോറിലും ഒക്കെ കണ്ടിരുന്ന ആ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ ആ മികവ് തെളിയിച്ച
എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ലും കൊടുത്തിരുന്നത്. ഇതൊരു 20 HP പവറും 27 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. പിന്നെ ഗോവൻ ക്ലാസിക് 350ൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയാവുന്നത്, നമ്മുടെ ക്ലാസിക് 350ൽ ഫുഡ് പ്ലഗിൻ്റെ സ്ഥാനം ഇവിടെ ആയിരുന്നെങ്കിൽ അതിനെ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടാണ് ഗോവൻ ക്ലാസിക് 350ൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ മെറ്റിയോറിനേക്കാളും ഫ്രണ്ടിലേക്കായിട്ടാണ് ഗോവൻ ക്ലാസിക് 350ലെ ഫുഡ് പ്ലഗിൻ്റെ സ്ഥാനം വരുന്നത്. പിന്നെ ഗോവൻ ക്ലാസിക് 350യുടെ റിയർ ബ്രേക്കിൻ്റെ സിലിണ്ടേഴ്സ് വരുന്നത് നമ്മുടെ എക്സോസ്റ്റിനോട് ചേർന്നാണ്. ഇത് എക്സോസ്റ്റ് കുറച്ച് ഓവർ ഹീറ്റ് ആകുമ്പോൾ ബ്രേക്കിങ്ങിന് എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഗോവൻ ക്ലാസിക് 350ൽ വന്നിരിക്കുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഷാസിയിലാണ്. ഷാസി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ക്ലാസിക് 350യുടെ തന്നെയാണെങ്കിലും ഷാസിക്ക് ശേഷം വരുന്ന സബ് ഫ്രെയിമിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഗോവൻ ക്ലാസിക് 350ക്ക് വേണ്ടി വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ സീറ്റ് ഹൈറ്റും വണ്ടിയുടെ മൊത്തത്തിലുള്ള കാഴ്ചയിലുള്ള രൂപവും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഒരു 10 mm വീൽ ബേസും ഗോവൻ ക്ലാസിക് 350ലേക്ക് വരുമ്പോൾ ക്ലാസിക് 350നെ അപേക്ഷിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഗോവൻ ക്ലാസിക് 350ൽ വന്നിരിക്കുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഫെൻഡേഴ്സിനെ സ്വിംഗ് ആമുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഷാസി ആയിട്ട് ഘടിപ്പിക്കുന്നതിന് പകരം സ്വിംഗ് ആമുമായിട്ടാണ് നമ്മുടെ ഫെൻഡേഴ്സിനെ ഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350ൽ വന്നിരിക്കുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് വീൽ സൈസിലാണ്. നമ്മുടെ ഫ്രണ്ടിലെ ടയേഴ്സ് എന്ന് പറയുന്നത് 110/90/19 ആണ്. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ ടയർ സൈസ് 150/60/16 ആണ്. അതായത് ഫ്രണ്ടിലെ വീൽ സൈസ് വന്നത് 19ഉം പുറകിലെ വീൽ സൈസ് വരുന്നത് 16ഉം ആണ്. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ പുറകിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ടെയിൽ ലാംപ്സ് ഒക്കെയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതും നമ്മുടെ സിംഗാമിലേക്ക് മാറ്റിയിരിക്കുന്ന ഫെൻഡറിൽ തന്നെയാണ് ലൈസൻസ് പ്ലേറ്റും ടെയിൽ ലാംപ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫെൻഡറിന് നല്ല ഹെവി ആയിട്ടുള്ള സപ്പോർട്ടാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ റിയർ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ക്ലാസിക് 350യുടെ സസ്പെൻഷനിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഫൈബറിൻ്റെ ഒരു ചെറിയൊരു ഗാർഡും കൊടുത്തിട്ടുണ്ട്. 350യുടെ ഫുഡ് പ്ലഗ് കുറച്ച് ഫ്രണ്ടിലേക്ക്, കുറച്ചധികം ഫ്രണ്ടിലേക്ക് നീക്കിയിരുന്നു പറഞ്ഞല്ലേ. അപ്പോൾ നമ്മുടെ ഗിയർ പെഡലിലേക്ക് വരുമ്പോൾ ടോ ആൻഡ് ഹീൽ ടൈപ്പ് ഗിയർ പെഡലാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ സീറ്റ് ഹൈറ്റിലേക്ക് വരുമ്പോൾ വെറും 750 mm മാത്രമാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ 170 mm ആണ് ഗോവൻ ക്ലാസിക് 350ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു 170 mm ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഓഫ് റോഡായ വഴികളിലൂടെ പോകുമ്പോൾ തന്നെ അടി തട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഗോവൻ ക്ലാസിക് 350യുടെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് 2 സീറ്റാണ്. പക്ഷേ ശരിക്കും ഗോവൻ ക്ലാസിക് 350 സിംഗിൾ സീറ്റ് മോഡലാണ്. ഇതൊരു ആക്സസറി ആയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാവുന്ന ഭാഗമാണ്. ശരിക്കും സിംഗിൾ സീറ്റ് ആയിരിക്കുമ്പോൾ ഗോവൻ ക്ലാസിക് 350യെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഗോവൻ ക്ലാസിക് 350യുടെ സീറ്റിലേക്ക് വരുമ്പോൾ നല്ല ഫോമൊക്കെയുള്ള നല്ല വീതി കൂടിയൊരു സീറ്റാണ് കേട്ടോ. അതൊന്ന് നമുക്ക് കണ്ടാലറിയാം. ഇങ്ങനെ 2 സൈഡിൽ നിന്നും വന്നിട്ട് നടുവിലൊരു കുഴി പോലെയുള്ള സീറ്റാണ്. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഗോവൻ ക്ലാസിക് 350 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റിലേക്ക് കയറി ഇരുന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ഗോവൻ ക്ലാസിക് 350ൽ കയറിയിരുന്നു. നല്ല ബാക്കിനൊക്കെ നല്ല സപ്പോർട്ട് വരുന്ന സീറ്റാണ് കേട്ടോ. നല്ല ഫോമിയാണ്. ബാക്കി എങ്ങനെയാണ് ഇതിൻ്റെ കംഫർട്ട് എന്നൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ പറയാം. അപ്പോൾ എന്തായാലും സീറ്റിൽ കയറി നിന്ന സ്ഥിതിക്ക് എൻ്റെ കാലിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുട്ട് മടങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഒരു 5-8 എനിക്ക് മുട്ട് മടക്കി വെച്ചിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു 5-3 അല്ലെങ്കിൽ 5-4 ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്തിട്ട് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പ്ലഗ് ഫ്രണ്ടിലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫുഡ് പ്ലഗിൽ കാല് വെച്ചിരുന്ന് ഹാൻഡിൽ പിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളേതാണ്ട് 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അപ്രൈറ്റ് ആണ്. നല്ല റിലാക്സ്ഡ് പൊസിഷനാണിത്. അപ്പോൾ ഞാൻ ഓടിച്ചു വന്നപ്പോൾ ആലോചിക്കായിരുന്നു, ഇത്രയും റിലാക്സ് ചെയ്തിട്ട് ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു വാഹനം ഞാൻ ഓടിച്ചിട്ടില്ല. നമ്മൾ സാധാരണ വാഹനങ്ങളായാലും കമ്പ്യൂട്ടർ ബൈക്സ് ആയാലും ഹാൻഡിൽസ് കുറച്ച് റൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഇത്രയും ഈ എയ്പ് സ്റ്റൈൽ ഹാൻഡിൽസിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ ആക്സറീസ് ആയിട്ട് കിട്ടുന്ന ഈ സീറ്റും അത്യാവശ്യം നല്ല സീറ്റ് തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു ബാക്ക് സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാനധികം സീനൊന്നുമില്ല. നല്ല വിടുത്തുള്ള സീറ്റ് തന്നെയാണ്. ഗ്രാബ് റെയിൽ താഴെയായിട്ട് ഇതിൽ വരുന്നതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ക്രൂസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറകിലേക്കൊന്ന് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബാക്ക് സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ പുറകിലിരിക്കുന്ന പില്ലിനേറിന് നല്ല സപ്പോർട്ടായിരിക്കും, നല്ല കംഫർട്ടായിരിക്കും. റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിലും ബുള്ളറ്റിലൊക്കെ കണ്ടുവന്നിരുന്ന അതേ ടിയർ ഡ്രോപ്പ് ടാങ്ക് തന്നെയാണ് നമ്മുടെ ഗോവൻ 350ലും കൊടുത്തിരിക്കുന്നത്.
ഒരു 13 ലിറ്ററാണ് ഇവൻ്റെ ടാങ്ക് കപ്പാസിറ്റിയും വരുന്നത്. നമ്മുടെ ക്ലാസിക്കിലേത് സെയിം തന്നെയാണ് ഇതും. പിന്നെ നമ്മുടെ ഗോവൻ 350ൽ ഒരു മാറ്റം നമ്മൾ ആദ്യമേ പറയുന്നത് ഈ ഏപ്പ് സ്റ്റൈൽ ഹാൻഡിൽസ് ആണ്. പക്ഷേ ഇതൊരു സെമി ഏപ്പ് സ്റ്റൈൽ ഹാൻഡിൽസ് ആണ്. നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെയൊക്കെ ചില മോഡലിലേക്ക് വരുമ്പോൾ ഇത്തിരി കൂടിയും ഉയരത്തിലുള്ള ഏപ്പ് സ്റ്റൈൽ ഹാൻഡിൽസ് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഈ വാഹനത്തിന് ഈ ഹാൻഡിൽ നല്ല കംഫർട്ട് തരുന്നത് തന്നെയാണ്. ഹൈവേയിലേക്ക് ക്രൂസ് ചെയ്ത് പോകുമ്പോൾ നല്ല റിലാക്സ്ഡ് പൊസിഷൻ, അതായത് നല്ല റിലാക്സ്ഡ് റൈഡ് നമുക്ക് ഈ ഹാൻഡിൽസ് സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ സ്വിച്ച് ഗിയേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മെറ്റീരിയലൊക്കെ കൊടുത്തിരുന്ന അലൂമിനിയം കേസ് സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലാസിക് രീതിയിലുള്ള മീറ്റർ കൺസോളാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ക്ക് വരുന്നത്. ഇവിടെ അനലോഗ് ആയിട്ടുള്ള സ്പീഡോമീറ്റർ കാണാം. പിന്നെ അതിന് താഴെയായിട്ടൊരു ചെറിയൊരു ഡിജിറ്റൽ LCD ഡിസ്പ്ലേ കാണാം. പിന്നെ ഇവിടെ ഒരു ട്രിപ്പർ നാവിഗേഷൻ തരുന്നൊരു ചെറിയൊരു ഭാഗം കാണാം. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ഇഗ്നിഷൻ കീയുടെ സ്ലോട്ട് കാണാം. പിന്നെ ബാർ ഹാൻഡിലിൻ്റെ ക്ലാമ്പിൽ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു എംബ്ലവും കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350യുടെ മിറേഴ്സിലേക്ക് വരുമ്പോൾ പരമ്പരാഗത രീതിയിലുള്ള റൗണ്ട് മിറേഴ്സ് തന്നെയാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഏപ്പ് ഹാൻഡിലിൽ കൊടുത്തിരിക്കുന്നു എന്ന പ്രത്യേകത കൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ ലെവലിനേക്കാൾ കൂടുതലായിട്ടാണ് ഈ ഗ്ലാസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി നമ്മുടെ ഈ മിററിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ആയാലും ക്ലച്ച് ലിവറിൻ്റെ ആയാലും അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഷോർട്ടായ ആൾക്കാരുടെയൊക്കെ ഫിംഗർ റീച്ച് എന്ന് പറയുന്നത് കുറവായിരിക്കും. നമ്മുടെ ഫിംഗർ റീച്ചിനനുസരിച്ച് ഇവിടെ നമുക്ക് ഈ ലിവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗോവൻ ക്ലാസിക് 350യുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഗോവൻ ക്ലാസിക് 350നെ ഓടിച്ച് നോക്കിയിട്ട് ആ റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഈ ഗോവൻ ക്ലാസിക് 350നെ ഓടിച്ച് തുടങ്ങുമ്പോൾ ഈ ഫുഡ് പ്ലഗിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ ചെറിയൊരു തപ്പലുണ്ട്. പക്ഷേ ഫുഡ് പ്ലഗിലേക്ക് കാല് കയറ്റി വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിലാക്സ് ആയിട്ടൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസിക് 350ലേക്ക് ഉപയോഗിച്ചിരുന്ന അതേ 350cc എൻജിൻ തന്നെയാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എൻജിൻ 20.2 bhp കരുത്ത് 6100 RPMലും 27 Nm എന്ന് പറഞ്ഞ മാക്സിമം ടോർക്ക് 4000 RPMലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350യിൽ ഇണക്കി ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ടോ ആൻഡ് ഹീൽ ടൈപ്പ് ഗിയർ പെഡലാണ് ഗോവൻ ക്ലാസിക് 350ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഉപയോഗിക്കാനായാലും അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ 170 mm എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350ക്ക് കൊടുത്തിരിക്കുന്നത്. ബോബർ സ്റ്റൈലിംഗ് സീറ്റും കൂടി ആകുമ്പോൾ നല്ല കംഫർട്ടാണ് ഈ ഗോവൻ ക്ലാസിക് 350യിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഈ ഗോവൻ ക്ലാസിക് 350യുടെ എയ്പ്പ് ഹാൻഡിൽസ് ഒക്കെ കാരണം ഇവനെ വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയം തോന്നാം. പക്ഷേ ഇവനത് ഈ കാണുന്നത് പോലെ നിഷ്പ്രയാസമായിട്ട് നമുക്ക് ടേൺ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നോർമൽ ബൈക്കുകൾ വളച്ചെടുക്കുന്ന പോലെ ഇവന് വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു നാക്ക് ഉണ്ട്. ആ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഈസി ആയിട്ട് വളച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഗോവൻ ക്ലാസിക് 350നെ ഒരു 40-50 എന്ന് പറഞ്ഞൊരു റേഞ്ചിലാണ് ഓടിച്ചിരുന്നത്. ഇപ്പം നമ്മളൊന്ന് പുഷ് ചെയ്ത് ഓടിക്കുകയാണ്. ഒരു 70-80 റേഞ്ചിലൊക്കെ നമ്മൾ ഓടിക്കുകയാണ്. ഇവരൊന്ന് പുഷ് ചെയ്ത് ഓടിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ നമുക്കൊരു 70-80 ഓടിക്കുമ്പോൾ ഹാൻഡിലേക്ക് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. അത് റോയൽ എൻഫീൽഡ് വാഹനം കൊള്ളാതെ വൈബ്രേഷൻ തന്നെ നമ്മുടെ ഹാൻഡിലേക്ക് വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റ് കൂടിയ വൈഡായിട്ടുള്ള ഹാൻഡിലല്ലേ, അപ്പോൾ അതിലേക്കൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. പക്ഷേ ഒരു 40-50-60 റേഞ്ചിലേക്ക് ഓടിക്കുമ്പോൾ ഈ വൈബ്രേഷൻ തീരെ നമുക്ക് ഹാൻഡിൽ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോവൻ ക്ലാസിക് 350നെ നമുക്ക് പൊളിച്ചോടിക്കാനൊരു വാഹനമല്ല, ഒരു 40-50-60 ഹൈവേയിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാനുള്ളൊരു വാഹനമാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് 350. പിന്നെ ഇവൻ്റെ മിററുകളുടെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഈ ഏപ്പ് സ്റ്റൈൽ ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ മിററുകൾ നമ്മുടെ ഷോൾഡർ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഈ മിററുകൾക്ക് തരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റ് റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ
ഗോവൻ ക്ലാസ് 350 ഇരിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ വരുന്നത് ശരിക്കും ഒരു ആൾക്കുരങ്ങി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നാം. അതുപോലെ എയ്പ് സ്റ്റൈൽ ഹാൻഡിലേക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കൈയും നമ്മുടെ ബാക്കൊക്കെ നോക്കി കറക്റ്റ് 90 ആണ്. നമ്മുടെ കൈയും ബോഡി ആയാലും ബോഡി ലെഗ് ആയാലും എല്ലാം 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്ത് ഓടിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഓടിച്ചിരുന്നത്. പണ്ട് അവെഞ്ചർ ഉണ്ടായിരുന്നു, യമഹയുടെ ഇൻഡിയേസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഓടിക്കുന്ന പോലെ തന്നെ ഇതിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ, ആ വൈറ്റ് വാൾ ടയേഴ്സ് നല്ലൊരു ക്ലാസിക് റെട്രോ ലുക്ക് തന്നെ നമ്മുടെ വാഹനത്തിൽ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഈ വൈറ്റ് വാൾ ടയേഴ്സിനൊപ്പം എഡ്ജ് ലൈസ്ഡ് അലോയ് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ആണ് നമ്മുടെ ഈ ഗോവൻ ക്ലാസിക് 350 കൊടുത്തിരിക്കുന്നത്. അത് ലുക്സിൻ്റെ കാര്യത്തിലായാലും പിന്നെ വാഹനം ട്യൂബ്ലെസ് ആക്കാനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ റിയർ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലാസ് 350യേക്കാളും കുറച്ച് സ്റ്റിഫർ സൈഡാണ് കേട്ടോ ഇവൻ്റെ സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. പിന്നെ ഈ സസ്പെൻഷൻ ഒരു 6-way അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. അപ്പോൾ ഒന്നും കൂടിയും കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം മാറാവുന്നേ ഉള്ളൂ. പിന്നെ പില്ലിനെയർ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പില്ലിനെയറിനെ വെച്ച് ഓടിച്ചിട്ടില്ല, പക്ഷേ പില്ലിനെയർ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഗോവൻ ക്ലാസ് 350ക്ക് 4 കളർ ഓപ്ഷനുകളാണ് വരുന്നത്. 1 പർപ്പിൾ ഹെയ്സ്, 2 ഷാക്ക് ബ്ലാക്ക്, 3 ട്രിപ്പ് ടീല്, 4 റേവ് റെഡ്. ഈ റേവ് റെഡ് എന്ന് പറഞ്ഞ കളറാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഗോവൻ ക്ലാസ് 350യുടെ വിലയിലേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റത്തെ 2 കളറുകളായ പർപ്പിൾ ഹെയ്സ്, ഷാക്ക് ബ്ലാക്ക് എന്നീ കളറുകൾക്ക് 2,35,000 രൂപയും പിന്നെ ട്രിപ്പ് ടീല്, റേവ് റെഡ് എന്നീ കളറുകൾക്ക് 2,38,000 രൂപയാണ് എക്സ്-ഷോറൂം വില വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോവൻ ക്ലാസ് 350യുടെ റൈഡിങ് എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുക, അതിന് ഞാൻ കമൻറ്റിലൂടെ മറുപടി നൽകാം. അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിൽ നിന്നും ഈ അടുത്ത് വന്ന ഗോവൻ ക്ലാസ് 350യുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ഗോവൻ ക്ലാസ് 350യുടെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ ക്രൂസിങ്ങും ഡെയിലി ലൈഫിലെ ക്രൂസിങ്ങും ഒക്കെയാണ് നമ്മുടെ ഗോവൻ ക്ലാസ് 350യുടെ ഉപയോഗത്തിൽ വരുന്നത്. നമുക്ക് ക്ലാസിക് 350 ഉപയോഗിക്കുന്ന അതേ റേഞ്ചിൽ തന്നെ നമ്മുടെ ഗോവൻ ക്ലാസ് 350 ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ക്ലാസ് 350ക്ക് കിട്ടുന്ന ആ മൈലേജ്, അതായത് ഒരു കുറച്ച് സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 33 റേഞ്ചിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു 42 റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ക്ലാസിക് 350 ഒക്കെ റിലാക്സ് ചെയ്ത് ഓടിക്കുന്നവർക്ക് 40-42 ഒക്കെ മൈലേജ് കിട്ടുന്നത് നമുക്ക് അറിയുന്നുണ്ട്. നമ്മുടെ പലതരത്തിലുള്ളവർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 30-42 ഒക്കെ മൈലേജ് ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ റോയൽ എൻഫീൽഡിൽ നിന്നും ഒരു ബോബർ മോട്ടോർ സൈക്കിൾ കൾച്ചറിലേക്ക് വന്നിരിക്കുന്ന ഗോവൻ ക്ലാസിക് 350യുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും എല്ലാം തന്നെ നമ്മുടെ ചാനലിലുള്ള ഒരു ഫ്യൂവലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ നമുക്ക് കാണാം. ബൈ.